ആർട്ടിക് മേഖലയിൽ നിന്നുള്ള തണുത്ത വായുപ്രവാഹം ഇങ്ങെത്തിയതോടെ ബ്രിട്ടീഷുകാർ ഉറക്കമുണർന്നത് മഞ്ഞുപൊഴിഞ്ഞ ഭൂമികയിലേക്കാണ്. രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഇടവേളകളില്ലാതെ തുടർച്ചയായി മഞ്ഞ് വീഴ്ചയാണ്. തെക്കൻ ഇംഗ്ലണ്ടിലെ മിക്ക ഭാഗങ്ങളിലും അതുപോലെ തന്നെ മിഡ്ലാൻഡ്സ്, കിഴക്കൻ വെയിൽസ് എന്നിവിടങ്ങളിലും മെറ്റ് ഓഫീസ് ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ പ്രഖ്യാപിച്ച യെല്ലോ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ 10 മണി വരെ നിലനിന്നിരുന്നു. ബ്രിട്ടന്റെ മറ്റിടങ്ങളിൽ മഞ്ഞുപാളികളും സംബന്ധിച്ച മറ്റു പല മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നുമുണ്ട്. വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിപ്പോകുന്നതിനും അതുപോലെ തന്നെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും മെറ്റ് ഓഫീസ് നൽകുന്നുണ്ട്. പല ഗ്രാമീണ മേഖലകളും ഒറ്റപ്പെട്ടു പോകുന്നതിനുമിടയുണ്ട്. ഇന്നലെ പലയിടങ്ങളിലും മഞ്ഞ് പെയ്തത് ഇടിമിന്നലിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു. സ്കോട്ട്ലൻഡിലെ ബ്രേമർ ഗ്രാമത്തിലായിരുന്നു ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയത്, -11.2 ഡിഗ്രി സെൽഷ്യസ്. കംബ്രിയയിലെ ഷാപ്പിൽ -7.3 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോഴും 10 സെന്റിമീറ്റർ കനത്തിൽ വരെ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. ഐസുപാളികൾ വഴുക്കലുള്ള പ്രതലം സൃഷ്ടിക്കുമെന്നതിനാൽ ലണ്ടൻ നിരത്തുകളിൽ ഇന്ന് രാവിലെ 10 മണി വരെ അത് സംബന്ധിച്ച മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സൗത്ത് ക്രോയ്ഡോണിൽ ഈസ്റ്റ് ക്രോയ്ഡോണിനും ആക്ഫീൽഡിനും അതുപോലെ തന്നെ ഈസ്റ്റ് ഗ്രിൻസൈഡിനും ഇടയിലുള്ള പ്രഭാത സർവീസുകൾ വൈകാൻ ഇടയുണ്ട് എന്ന് സതേൺ റെയിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വെയിൽസിൽ ലാൻഡ്രുൻടോക്കോയും ബ്ലെയ്നോയും ഫെസ്റ്റിനോക്കിയനും ഇടയിലുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് ശിശിരകാലത്തിന്റെ വരവായി കണക്കാക്കാവുന്ന കാലാവസ്ഥയാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പൊതുവെ അഭിപ്രായപ്പെടുന്നത്. വടക്കൻ മേഖലയിൽ യോർക്ക്ഷയറിനും ബ്രാഡ്ഫോർഡിനും ഫഡേഴ്സൺഫീൽഡിനും ഇടയിലുള്ള ട്രെയിൻ ഗതാഗതത്തെയും മഞ്ഞുവീഴ്ച ബാധിച്ചിട്ടുണ്ട്. റോഡുകളിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് നോർത്തേൺ അയർലൻഡ് പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UK ആരോഗ്യ സുരക്ഷാ ഏജൻസിയുടെ ആംബർ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മഞ്ഞും തണുപ്പും പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. നിലവിലെ സ്ഥിതി വാരാന്ത്യം വരെ തുടരുമെന്നും അവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.